യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 11ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഒരു ചേട്ടനോട് ദൈവം ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി ആ ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണ്: ഞാൻ എൻ്റെ അപ്പച്ചനെ ഒരു ദിവസം, അപ്പച്ചൻ പ്രായമായ അപ്പച്ചനാണ്, ആ പ്രായത്തിൻ്റെ കൂട് ചെയ്തു പോയ ഒരു ചെറിയ തെറ്റ് കാരണം ഞാൻ അപ്പച്ചനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയുണ്ടായി. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയുണ്ടായി. ആ ദേഷ്യപ്പെട്ടതിന് ശേഷം അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഞാനവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയായിരുന്നു. ഏകദേശം 12 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പച്ചൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അപ്പച്ചനും ഉറങ്ങിയിട്ടില്ല. എന്നെ കണ്ട മാത്രയിൽ അപ്പച്ചൻ കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചിട്ട് വലത്തേ കരം നീട്ടി തന്നിട്ട് പറഞ്ഞു, എടാ നീ കിടന്നോ, കുഴപ്പമില്ല. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്തിന് മുന്നിൽ എനിക്ക് എല്ലാം നഷ്ടമായി. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഇവിടെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു തന്നത് ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. എല്ലാം മറക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം. എന്നാൽ ഇന്നിൻ്റെ ലോകം എടുത്ത് നോക്കുമ്പോൾ ചെയ്തു പോയ ചെറിയ തെറ്റിന് പോലും പകവീട്ടുവാൻ നടക്കുന്ന ഒരു വലിയൊരു ജനസമൂഹമാണ്. എന്നാൽ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ യഥാർത്ഥ സ്നേഹമുള്ള ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനാണ്. ആ ചേട്ടൻ്റെ മുന്നിൽ പിതാവാണ് ദൈവം. ആ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ദൈവമെന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു വെച്ചത്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക, കാരണം അവന് മാത്രമേ എല്ലാം ക്ഷമിക്കുവാൻ കഴിയുള്ളൂ. അവന് മാത്രമേ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ കഴിയുള്ളൂ എന്ന് യേശു നമ്മെ പഠിപ്പിക്കുക. വീണ്ടും യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണം, അതായത് സ്വർഗരാജ്യം, ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വരണമേ എന്നാണ് നാം ഓരോരുത്തരും എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും രാജാവ് ദൈവമായി മാറും. ദൈവമായിരിക്കും ഈ ഭൂമിയെ നയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിൽക്കുമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. ദൈവം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്, സ്വർഗരാജ്യം, ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വരണമെന്ന്, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി. കർത്താവ് നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. നമ്മളിലെല്ലാവരും പലരും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ എനിക്ക് ഉന്നത വിജയം വരണമേ, എനിക്ക് നല്ല ജോലി കിട്ടണമേ, എനിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ഉള്ള ജോലിയെപ്പറ്റിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഉള്ള നന്മകളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇന്നത്തേക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം ദൈവം തന്നുകൊള്ളുമെന്നാണ്. വീണ്ടും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് കടക്കാരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ക്ഷമിക്കും, നിങ്ങളോടുള്ള കടങ്ങളെല്ലാം ക്ഷമിക്കുമെന്നാണ്. അവിടെയും കർത്താവ് നമ്മളോട് പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവം ക്ഷമിച്ചുകൊള്ളും എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ രക്ഷ, എനിക്ക് അന്നു വേണ്ട ആഹാരം, അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടങ്ങൾ, ഞങ്ങൾ എന്നാണ്. ഇവിടെയുള്ള എല്ലാവരോടും ക്ഷമിക്കണമേ എന്നും ഇവിടെയുള്ള എല്ലാവർക്കും നന്മകളുണ്ടാകണമേ എന്നും ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു സ്വാർത്ഥ മനോഭാവം വെടിയുവാനും കൂടിയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ആയതിനാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പിതാവേ എന്ന് വിളിക്കുവാൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണമേ എന്ന ഞങ്ങളെന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയുവാനും ഞങ്ങളെന്ന മനോഭാവത്തോടുകൂടെ മനുഷ്യ സ്നേഹവും ഉണ്ടാകുവാനും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ പിതാവാണ് യഥാർത്ഥ സ്നേഹം. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു.
അതുപോലെ ഞാനും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എനിക്കും സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.